രാമഭക്ത സംഗമവേദിയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് അഹമ്മദീയ മുസ്ലിം ജമാഅത്ത് കോഴിക്കോട് ചാപ്റ്റർ മിഷണറി മൗലാന CP സുൽത്താൻ നസീർ സാർ. സാർ, ഇസ്ലാമിക പണ്ഡിതന്മാരുടെയും സൂഫി പാരമ്പര്യങ്ങളുടെയും കാഴ്ചപ്പാടിൽ ശ്രീരാമനെ എങ്ങനെ സമീപിച്ചിട്ടുണ്ടെന്ന് താങ്കൾക്ക് വിശദീകരിക്കാമോ? ഇസ്ലാമിൽ അല്ലെങ്കിൽ മുസ്ലിം ലോകത്ത് ശ്രീരാമൻ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ശ്രീരാമനെ വിശ്വസിക്കപ്പെടുന്നത് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ദിവ്യ പുരുഷനാണ്, ഒരു പ്രവാചകനാണ് എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വൈൻമിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാഫി ഖലദി, ഒരു ദൈവ നിയോഗിതൻ, ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള മുന്നറിയിപ്പുകാരൻ വന്നിട്ടില്ലാത്ത ഒരു സമൂഹവും തന്നെ ലോകത്ത് കടന്നു കഴിഞ്ഞിട്ടില്ല. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടിക്കണക്കിന് മനുഷ്യർ ഹൃദയങ്ങളിൽ, ആയിരക്കണക്കിന് വർഷങ്ങളിൽ ആയി ഹൃദയങ്ങളിൽ കൊണ്ടു നടക്കുന്ന മഹാനായ ഒരു വ്യക്തിത്വമാണ് ശ്രീരാമൻ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീരാമൻ ദൈവത്തിൽ നിന്നുള്ള ആളല്ല എന്നൊരിക്കലും നമുക്ക് പറയാൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ, വിശ്വാസത്തിൽ ശ്രീരാമൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു നിയോഗിക്കപ്പെട്ട പുരുഷനായിരുന്നു, ഒരു ദിവ്യ പുരുഷനായിരുന്നു, ഒരു സത്യാത്മാവായിരുന്നു. അതേപോലെ തന്നെ ദൈവത്തിൻ്റെ ഒരു പ്രവാചകനാണ് എന്നുള്ളതാണ്. യേശുവിനെയും മോസസിനെയും അബ്രഹാമിനെയും ഒക്കെ പോലെ ഒരു പ്രവാചകനാണ് എന്നുള്ളതാണ്. ഭാരതത്തിലെ ഹിന്ദു മുസ്ലിം സാംസ്കാരിക സഹവർത്തിത്വത്തിൽ ശ്രീരാമനെ സംബന്ധിച്ചുള്ള പരസ്പര ബഹുമാനം എന്ത് പങ്കാണ് വഹിച്ചിട്ടുള്ളത്? ശ്രീരാമനെ സംബന്ധിച്ചിട്ടുള്ള ഈ പരസ്പര ബഹുമാനം എന്ന് പറയുന്നത്, അതായത് ദൈവത്തിൽ നിന്ന് വന്ന എല്ലാ ഋഷിമാരെയും മുനിമാരെയും അതുപോലെ തന്നെ ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ എന്നുള്ള ആളുകളെ എല്ലാവരും തന്നെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, അങ്ങനെ ലോകത്ത് വന്ന എല്ലാ ദിവ്യാത്മാക്കളെ എല്ലാവരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ സമൂഹങ്ങൾക്കിടയിൽ, മനുഷ്യർക്കിടയിൽ ഒക്കെ തന്നെ സാഹോദര്യവും അതേപോലെ തന്നെ ശാന്തിയും അതേപോലെ തന്നെ ഐക്യവും ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതിനുള്ള ഐക്യം ഉണ്ടാക്കുന്നതിനുള്ള ഏറ്റവും വലിയൊരു മാർഗം എന്ന് പറയും, പ്രത്യേകിച്ച് ഒരു ബഹുസ്വര സമൂഹത്തിൽ ഐക്യം ഉണ്ടാക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗം എന്ന് പറയുന്നത് ഇങ്ങനെ മത ഗുരുക്കന്മാരെ അല്ലെങ്കിൽ മതത്തിൻ്റെ ആത്മീയ വ്യക്തിത്വങ്ങളെ, ആ വ്യക്തിത്വങ്ങളെ എല്ലാവരെയും, ശ്രീരാമനെയും ഒക്കെ തന്നെ എല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ചില മുസ്ലിം കവികളും സാഹിത്യകാരന്മാരും ശ്രീരാമനെ കുറിച്ച് രചിച്ച കൃതികൾ സാമൂഹിക ഐക്യത്തിന് എങ്ങനെ സഹായകമായി? ഇതിലേറ്റവും എനിക്ക് എടുത്തു പറയാനുള്ളത് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ സ്ഥാപകരായിട്ടുള്ള മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനി. അദ്ദേഹം ഇന്ത്യയിലെ പഞ്ചാബിൽ ആണ് ജനിച്ചത്. ഇന്നേക്ക് ഏകദേശം 130 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറയുകയുണ്ടായി, അതായത് ശ്രീരാമൻ എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സത്യാത്മാവാണ്. അദ്ദേഹം എഴുതുകയും ചെയ്തു, അതായത് ആരാണോ ശ്രീരാമനെ നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നത് അവർക്ക് ഞാനുമായി ഒരു ബന്ധവുമില്ല, അങ്ങനെ അവരെ സംബന്ധിച്ചത് അവര് സമുദ്രത്തിന്റെ വിശാലത അറിയാത്ത കിണറ്റിലെ തവളകൾ പോലെയാണ് അവരെന്ന് പറയുന്നത്. അപ്പോൾ കാരണം ഈ ദിവ്യാത്മാക്കളുടെ ഒന്നും മഹത്വം ആളുകൾക്ക് അറിയുകയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ രചനകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ശ്രീരാമനെ മനസ്സിലാക്കുന്നതിനും അതേപോലെ തന്നെ മതാന്തരപരമായ സൗഹാർദ്ദം ഉണ്ടാക്കുന്നതിനും ഏറെ പ്രയോജനകരമായ ഒന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇസ്ലാമിൽ ശ്രീരാമനിലുള്ള വിശ്വാസം എന്ന ആശയം മതാന്തര സൗഹൃദത്തിനും സംവാദത്തിനും പുതിയ വഴികൾ തുറക്കുമോ? അത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും അതാണ് ഞാൻ നേരത്തെയും പറയുകയുണ്ടായി. അതായത് ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും ഒക്കെ തന്നെ ഇസ്ലാമിലെ മുസ്ലിങ്ങൾ അവര് ദൈവത്തിൽ നിന്നുള്ളവരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ മറ്റ് ദൈവത്തിൽ നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ, യേശു, മോസസ്, അബ്രഹാം, മുഹമ്മദ് നബി, ഇവരെയൊക്കെ തന്നെ മറ്റ് ഇതര സമൂഹങ്ങളും ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നു. തീർച്ചയായിട്ടും അത് മുഖേന സമൂഹങ്ങൾക്കിടയിൽ, ഹൃദയങ്ങൾക്കിടയിൽ വലിയൊരു ബന്ധം ഉണ്ടായിത്തീരുന്നു. അപ്പൊ ആ ഒരു ഹൃദയബന്ധം ഉണ്ടാകണം. കാരണം ദൈവം അവരെ എല്ലാവരും നിയോഗിച്ചു വച്ചിരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഹൃദയബന്ധം ഉണ്ടാകണം എന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും ശ്രീരാമനെ കുറിച്ച് മുസ്ലിങ്ങളുടെ കാഴ്ചപ്പാട് മാറുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് സാമുദായികമായിട്ടുള്ള സൗഹാർദ്ദത്തിന് ഏറ്റവും വലിയ ഒരു മാർഗമായിരിക്കും. ഇന്നത്തെ സാഹചര്യത്തിൽ ശ്രീരാമന്റെ സത്യനിഷ്ഠ, ധർമ്മബോധം, മാനവികത എന്നീ മൂല്യങ്ങൾ എല്ലാ മതവിഭാഗങ്ങൾക്കും പൊതുവായ പ്രചോദനമായി മാറാൻ എന്ത് ചെയ്യേണ്ടതെന്നാണ് താങ്കൾ കരുതുന്നത്? ദൈവത്തിൽ നിന്ന് വന്ന എല്ലാ സത്യാത്മാക്കളെയും, ശ്രീരാമനെ പോലെ, ശ്രീകൃഷ്ണനെ പോലെ, അതുപോലെ മറ്റു മഹാത്മാക്കൾ, ഈ മഹാത്മാക്കൾ എല്ലാവരും വന്നിരിക്കുന്നത് നമുക്ക് മനുഷ്യരെ നേരായ മാർഗത്തിൽ നയിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് അവരവരുടെ ജീവിതം, ശ്രീരാമന്റെ ത്യാഗം എന്ന് പറയുന്നത് ഇന്നും ശ്രീരാമനെ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ത്യാഗം, മാതാപിതാക്കളോടുള്ള ആദരവ്, ബഹുമാനം, അതുപോലെ തന്നെ നീതിനിഷ്ഠ, അതെ,
എന്താ പറയാ, അതിനെ പിൻപറ്റേണ്ടതാണ്. അതിനെ ജീവിതത്തിന് മാതൃകയാക്കി മാറ്റിയെടുക്കണം. നമ്മൾ ഈ പ്രവാചകന്മാരെയും ദിവ്യാത്മാക്കളെയും കുറിച്ച് അഭിമാനിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടി കൂടി ശ്രമിക്കണം. അപ്പോൾ എത്രത്തോളം അത് എല്ലാവരും മാതൃകയാക്കുന്നുണ്ട്? അത് ഞാനടക്കമുള്ള നമ്മളെല്ലാവരുമുള്ള സമൂഹത്തിന് മുമ്പിൽ ഒരു ചോദ്യചിഹ്നമാണ്. എത്രത്തോളം നമ്മളെല്ലാവരും അത് മാതൃകയാക്കുന്നുണ്ട് എന്നത്. താങ്ക് യു.